തമിഴകത്ത് ഇപ്പോഴും കത്തി നിൽക്കുകയാണ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ധനുഷിന് പിന്നാലെ ചന്ദ്രമുഖി സിനിമയുടെ നിർമ്മാതാക്കളും നയൻതാരയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം ട്രെൻഡിംഗ് ആയിരുന്നു. അനുമതിയില്ലാതെ ചന്ദ്രമുഖിയുടെ അണിയറ ദൃശ്യങ്ങൾ നയൻതാര ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനാൽ നിർമ്മാതാക്കളായ ശിവാജി പ്രൊഡക്ഷൻസ് 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നടിക്ക് നോട്ടീസ് അയച്ചു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. നിർമ്മാതാക്കൾ നെറ്റ്ഫ്ലിക്സിനും നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന വാർത്തകളും എത്തിയിരുന്നു. എന്നാൽ ഇത് വെറും അനാവശ്യ വിവാദമാണ്. ഇതെന്റെ കാഴ്ചപ്പാടല്ല. ഈ വാർത്തകളോട് പ്രതികരിച്ച് രംഗത്തെത്തിയ ചന്ദ്രമുഖിയുടെ നിർമ്മാതാക്കളായ ശിവാജി പ്രൊഡക്ഷൻസ് ആണ് വിവാദങ്ങളിലേക്ക് വെളിച്ചം വീശിയിരിക്കുന്നത്. തങ്ങൾ 5 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ശിവാജി പ്രൊഡക്ഷൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ചന്ദ്രമുഖിയിലെ ഫൂട്ടേജ് ഉപയോഗിക്കുന്നതിൽ നയൻതാരയ്ക്ക് തടസ്സമില്ല എന്നാണ് ഫൂട്ടേജ് അനുവദിച്ചു നൽകിയതിന്റെ നിരാക്ഷേപ പത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് നിർമ്മാതാക്കൾ പറയുന്നത്. തമിഴ് ഫിലിം ഇൻഡസ്ട്രി ട്രാക്കറായ മനോബാല വിജയബാലനാണ് തന്റെ എക്സ് ഹാൻഡിലൂടെ ശിവാജി പ്രൊഡക്ഷൻസിന്റെ NOC പോസ്റ്റ് ചെയ്തത്. നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഇനി പറയുന്ന ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശിവാജി പ്രൊഡക്ഷൻസിന് എതിർപ്പില്ലെന്ന് ഈ നിരാക്ഷേപ പത്രത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നായിരുന്നു ഉള്ളടക്കം. ചന്ദ്രമുഖിയിൽ നിന്നുള്ള ടൈം സ്റ്റാമ്പുകളും ഒപ്പം പരാമർശിച്ചിട്ടുണ്ട്. നടൻ പ്രഭുവും സഹോദരൻ രാംകുമാറും നേതൃത്വം നൽകുന്ന നിർമ്മാണ കമ്പനിയാണ് ശിവാജി പ്രൊഡക്ഷൻസ്. 2005 പുറത്തിറങ്ങിയ സിനിമയാണ് ചന്ദ്രമുഖി. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മണിച്ചിത്രത്താഴിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. ഇതിൽ രജനീകാന്തിന്റെ നായികയായിട്ടാണ് നയൻതാര അഭിനയിച്ചത്. അതേസമയം നേരത്തെ നാനും റൌഡിതാൻ എന്ന സിനിമയുടെ അണിയറ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതിന് സിനിമയുടെ നിർമ്മാതാവായ ധനുഷും നയൻതാരയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. സിനിമയുടെ അണിയറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിനായിരുന്നു പകർപ്പവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്. ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. 3 സെക്കൻഡ് രംഗത്തിന് ധനുഷ് 10 കോടി രൂപ ആവശ്യപ്പെട്ടതോടെ ധനുഷിനെതിരെ നയൻതാര തുറന്ന കത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതും വിവാദമായിരുന്നു. നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിതാൻ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. ഈ സിനിമയെക്കുറിച്ചും ഇതിലെ ഗാനരംഗവും ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ പരാമർശിച്ചിരുന്നു. ഗാനങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. ട്രെയിലർ പുറത്തു വന്നപ്പോൾ സിനിമയിലെ BTS ദൃശ്യങ്ങൾ ഉപയോഗിച്ചത് പകർപ്പവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. നെറ്റ്ഫ്ലിക്സിനും 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ധനുഷിന്റെ പകപോക്കലാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്നും സിനിമയിലെ മുഖമല്ല ജീവിതത്തിൽ നടൻ ഉള്ളത് എന്ന് ആരോപിച്ച് നയൻതാര തുറന്ന കത്ത് പങ്കുവച്ചത്. നവംബർ 18-നായിരുന്നു നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തത്. ഇതിന് പിന്നാലെ ധനുഷ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ധനുഷിനെതിരെ തുറന്ന പോരിന് തന്നെ നയൻതാര തുടക്കമിട്ടിരുന്നു. ഇതിന് പിന്നാലെ കോപ്പിറൈറ്റ് വിഷയം മാത്രമല്ല, വർഷത്തോളമായുള്ള ഈഗോ പ്രശ്നമാണ് ഇവർക്കിടയിൽ എന്ന ചർച്ചകളും എത്തിയിരുന്നു.